പുത്തനങ്ങാടി സ്വദേശി മുജീബ് റഹ്മാനാണ് പോലീസ് കസ്റ്റഡിയിലായത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങാടിപ്പുറം പുത്തനങ്ങാടി MES ഹോസ്പിറ്റലിന് സമീപത്തെ ലോഡ്ജിൽ നടത്തിയ പരിശോധനയിലാണ് 416 ഗ്രാം MDMA കണ്ടെത്തിയത്. ഡൽഹി, ബംഗളൂരു എന്നിവിടങ്ങളിൽ നിന്ന് MDMA, മെത്തഫെറ്റമിൻ തുടങ്ങിയ രാസലഹരി മരുന്നുകൾ വൻതോതിൽ കേരളത്തിലേക്ക് എത്തുന്നുണ്ട്. ലഹരിക്കടത്തു സംഘത്തിൽപ്പെട്ട മറ്റു ജില്ലകളിലെ മൊത്തവിൽപ്പനക്കാർക്ക് എത്തിച്ചുകൊടുക്കുന്ന കാരിയർമാർ ഇവിടെ സജീവമാണ്. ഇതു സംബന്ധിച്ച മലപ്പുറം ജില്ലാ പോലീസ് മേധാവി R. വിശ്വനാഥ് IPSന് വിവരം ലഭിച്ചിരുന്നു. അങ്ങനെയാണ് ജില്ലയിലെ ചില ലോഡ്ജുകൾ പോലീസ് നിരീക്ഷണത്തിലാകുന്നത്. ജില്ലയിലെ ലഹരിക്കടത്തു സംഘത്തിലെ മുഖ്യകണ്ണിയും ഇടനിലക്കാരനുമാണ് പിടിയിലായ മുജീബ് റഹ്മാൻ എന്ന ചോദ്യം ചെയ്യലിൽ നിന്നും വ്യക്തമായി. വീര്യം കൂടിയതും ക്രിസ്റ്റൽ രൂപത്തിലുള്ളതുമായ ഇത്തരം സിന്തറ്റിക് ലഹരിക്ക് ചില്ലറ വിപണിയിൽ 20 ലക്ഷത്തോളമാണ് വില. ഏജന്റുമാർ മുഖേന പ്രത്യേക കാരിയർമാർ വഴിയാണ് ലഹരിക്കടത്ത്. കളിപ്പാട്ടങ്ങളിലും മറ്റും ഒളിപ്പിച്ചാണ് ലഹരി എത്തിക്കുന്നത്. ഹൈവേകളിലെ പ്രത്യേക സ്പോട്ടുകളാണ് ഇതിനുവേണ്ടി തിരഞ്ഞെടുക്കുക. ലഹരിക്കടത്തു സംഘത്തിലെ മറ്റു കണ്ണികളെക്കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. കായികാധ്യാപകൻ കൂടിയായ പ്രതി ജില്ലയിലും പുറത്തുമുള്ള പല സ്കൂളുകളിലും അധ്യാപകനായി ജോലി ചെയ്തിട്ടുണ്ട്. 1 വർഷം മുൻപാണ് അമിത സാമ്പത്തിക ലാഭം ലക്ഷ്യം വെച്ച് ലഹരിക്കടത്ത് തുടങ്ങിയതെന്നും പറയുന്നു. പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനും അന്വേഷണം നടത്തുന്നതിനുമായി കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് പോലീസ് അറിയിച്ചു. കുട്ടികൾ ആരെങ്കിലും ഇയാളുടെ ലഹരിക്കണിയിൽ പെട്ടിട്ടുണ്ടോ എന്നതടക്കം വിശദമായി അന്വേഷിക്കുകയാണ്. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.